ദൈവത്തിന് സ്തുതി. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം എന്നുള്ള വായന 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. ഈ അധ്യായത്തെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാം ഭാഗം 1 മുതൽ 13 വരെയുള്ള വചനങ്ങളാണ്. ആ ഭാഗം വായിച്ചതിന് ശേഷം നമ്മളൊരു കൊച്ചു പ്രാർത്ഥന ചൊല്ലും. നമുക്ക് വചനത്തിലേക്ക് കടക്കാം. വ്യാജ പ്രവാചകന്മാർക്കെതിരെ കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഇസ്രായേലിലെ പ്രവാചകന്മാർക്കെതിരായി നീ പ്രവചിക്കുക. സ്വന്തമായി പ്രവചനങ്ങൾ നടത്തുന്നവരോട് പറയുക, കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ദർശനം ലഭിക്കാതെ സ്വന്തം തോന്നലുകളെ പിന്തുടരുന്ന ഭോഷന്മാരായ പ്രവാചകന്മാർക്കും ദുരിതം. ഇസ്രായേലെ, നിന്റെ പ്രവാചകന്മാർ നാശകൂമ്പാരങ്ങൾക്കിടയിൽ കഴിയുന്ന കുറുനരികളെ പോലെയാണ്. കർത്താവിൻ്റെ ദിനത്തിൽ ഇസ്രായേൽ ഭവനം യുദ്ധത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി നിങ്ങൾ കോട്ടയിലെ വിള്ളലുകൾ പരിശോധിക്കുകയോ കോട്ട പുതുക്കി പണിയുകയോ ചെയ്തില്ല. അവർ കള്ളം പറയുകയും വ്യാജപ്രവചനം നടത്തുകയും ചെയ്യുന്നു. കർത്താവ് അവരെ അയച്ചിട്ടില്ലെങ്കിലും കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് അവർ പറയുകയും അവിടുന്ന് അത് നിറവേറ്റുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ പറയാതിരിക്കെ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് നിങ്ങൾ പറഞ്ഞപ്പോഴൊക്കെ ഈ മിഥ്യാദർശനം കാണുകയും വ്യാജ പ്രവചനം നടത്തുകയും അല്ലേ ചെയ്തത്? ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ വ്യാജം പറഞ്ഞുകൊണ്ടും മിഥ്യാദർശനം കണ്ടതുകൊണ്ടും ഇതാ ഞാൻ നിങ്ങൾക്ക് എതിരാണ്. ദൈവമായ കർത്താവാണ് ഇത് പറയുന്നത്. വ്യാജം പ്രവചിക്കുകയും വ്യർത്ഥ ദർശനങ്ങൾ കാണുകയും ചെയ്യുന്ന പ്രവാചകന്മാർക്കെതിരെ എൻ്റെ കരമുയരും. എൻ്റെ ജനത്തിൻ്റെ ആലോചന സംഘത്തിൽ അവരുണ്ടായിരിക്കുകയില്ല. ഇസ്രായേൽ ജനത്തിൻ്റെ വംശാവലിയിൽ അവരുടെ പേര് എഴുതപ്പെടുകയില്ല. അവർ ഇസ്രായേൽ ദേശത്ത് പ്രവേശിക്കുകയുമില്ല. ഞാനാണ് ദൈവമായ കർത്താവ് എന്ന് അപ്പോൾ നിങ്ങൾ അറിയും. കോട്ടയ്ക്ക് വെള്ള പൂശുന്നവരോട് പറയുക, അത് നിലം പരിചയാകും. പെരുമഴ പെയ്യും, വലിയ കന്മഴ വർഷിക്കും, കൊടുങ്കാറ്റടിക്കും. കോട്ട നിലം പതിക്കുമ്പോൾ നിങ്ങൾ വെള്ളപൂശിയ കുമ്മായം എവിടെയെന്ന് അവർ നിങ്ങളോട് ചോദിക്കുകയില്ലേ? ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ക്രോധത്തിൽ ഞാനൊരു കൊടുങ്കാറ്റഴിച്ചു വീടും. എൻ്റെ കോപത്തിൽ ഒരു പെരുമഴ വർഷിക്കും. എൻ്റെ ക്രോധത്തിൽ എല്ലാം നശിപ്പിക്കുന്ന കന്മഴയും അയക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവേ, അങ്ങ് എത്രയോ നല്ലവനാണ്. പിന്തിരിഞ്ഞു പോകുന്ന ജനങ്ങളെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി എസെക്കിയേൽ പ്രവാചകനെ നിയോഗിക്കുകയും ദർശനങ്ങളിലൂടെ ആ പ്രവാചകനെ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തല്ലോ. കാനാൻ നാട്ടിലേക്ക് വന്നു. പിന്നീട് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് തിന്മകളുടെ കൂമ്പാരമാണ്. ഈ അവസരത്തിൽ പ്രവാചകൻ അവരുടെ മധ്യത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് കള്ളപ്രവാചകന്മാരെ വിമർശിക്കുകയും അവർ ആ തെറ്റിൽ നിന്ന് മാറി വരികയും ചെയ്യുവാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നല്ലോ. ഈ കാലഘട്ടത്തിലും കള്ളപ്രവാചകന്മാരും കള്ളസാക്ഷ്യങ്ങൾ പറയുന്നവരും ധാരാളമുണ്ട്. കർത്താവേ, അങ്ങേക്കെല്ലാം അറിയാം. ഞങ്ങൾ പാപികളായിരിക്കെ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് കുരിശിൽ മരിച്ചല്ലോ. അങ്ങയുടെ കുരിശ് മരണത്തിലേക്ക് നയിച്ചത് കള്ളസാക്ഷ്യങ്ങളുണ്ട്, നുണകളുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. സത്യത്തിന്റെ പാതയിൽ ചരിക്കുവാൻ
ഞങ്ങളെ യോഗ്യരാക്കണമേ. അതിനുവേണ്ട അനുഗ്രഹം പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് സമൃദ്ധമായി നൽകണമേ. ദൈവമേ നന്ദി, ദൈവമേ ആരാധന, ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ എന്നാണ്. നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. വചനം കൊടുക്കുന്നവരാകാം, വചനം വളർത്തുന്നവരാകാം, പ്രാർത്ഥിക്കുന്നവരാകാം. ദൈവമേ നന്ദി.